ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ പറയുകയുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്തരത്തിൽ റോളിന് വേണ്ടി ശരീരം ആവശ്യപ്പെടുന്നവന് ചെവിക്കല്ലടിച്ച് പറിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി കലാപാഹോലത്തിൽ കേസെടുക്കുമെന്ന് അറിയില്ല, കേസെടുത്താലും കുഴപ്പമില്ല, അത് ചെയ്യേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ അവരുടെ ചെവിക്കല്ലടിച്ച് പൊളിക്കാൻ നിയമ സംവിധാനങ്ങൾ തയ്യാറല്ലെങ്കിൽ അത് ചെയ്യാൻ ഈ പറയുന്ന ഇരകൾ തയ്യാറാവാത്ത കാലത്തോടത്തോളം ഇത്തരക്കാർ അവിടെ ഇനിയും തിടം വെച്ച് വളരും. ശ്രീ മഹേഷ്, അടിയന്തിരമായി ചെയ്യേണ്ടത് ഈ പേരുകൾ ഇവർക്കെന്തിനാണ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഇരകളുടെ പേര് പുറത്തുവിടേണ്ട. ഈ പറയുന്ന വേട്ടക്കാർക്ക് ഏത് അളവിൽ ഇൻഹ്യൂമനായി ഒരു സ്ത്രീയോട് പെരുമാറാൻ മാത്രം മനസ്സുറപ്പുള്ള അല്ലെങ്കിൽ മനസ്സ് നിന്ദമായ ആൾക്കാരുടെ പേരെന്തിനാണ് ഒളിപ്പിച്ചു വെക്കുന്നത്? അത് കേരളത്തോട് പറയണ്ടേ സർക്കാർ സംവിധാനങ്ങൾ, അത് കേരളത്തോട് പറയണ്ടേ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ, അത് കേരളത്തോട് പറയണ്ടേ സംഘടനകൾ? അവരെ എല്ലാവരും ചേർന്ന് തള്ളിപ്പറയണ്ടേ ശ്രീ മഹേഷ്? തീർച്ചയായിട്ടും വേണ്ടതാണ്. പക്ഷെ അതിനിപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുക? സർക്കാരിൻ്റെ തന്നെ ഉത്തരവും ഈ പറയുന്ന കമ്മിറ്റിയുടെ തന്നെ റിപ്പോർട്ട് പ്രകാരവും അവർക്ക് കിട്ടിയ നിർദ്ദേശങ്ങൾ പ്രകാരവും ആരുടെയും പേര് പറയാൻ പാടില്ല. അത് ഈ മൊഴി കൊടുത്ത ആളുടെ പേരാണെങ്കിലും ആർക്കെതിരെ മൊഴി കൊടുത്തതാണ് അവരുടെ പേരും പറയാൻ പാടില്ല. പിന്നെ ഇപ്പോൾ എന്താ ചെയ്യാൻ സാധിക്കുക? പിന്നെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുക, ഞാൻ ഈ റിപ്പോർട്ട് പുറത്ത് വരണം എന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കാൻ കാരണം ഇതിനകത്ത് ആർക്കെതിരെ മൊഴി കൊടുത്തു എന്നതിനേക്കാൾ ഉപരി അവർ പറഞ്ഞിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളുണ്ട്. ഇപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയിട്ട് തന്നെ 4-4.5 വർഷത്തിന് മേളിലായി. ഈ സർക്കാരിന് അറിയാമല്ലോ അതിനകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത്. സർക്കാർ വായിച്ചിട്ടുണ്ടാവുമല്ലോ, ഇത് പൊതുജനങ്ങൾക്കിടയിൽ കിട്ടാൻ സാംസ്കാരിക മന്ത്രി വായിച്ചിട്ടില്ല, കണ്ടിട്ട് പോലുമില്ല, ഒന്നും അറിയില്ല. സർക്കാരിന് ഇത്രത്തോളം നമ്മുടെ സാംസ്കാരിക മന്ത്രി കണ്ടിട്ടില്ല, അത് വായിച്ചിട്ടില്ല, അതൊന്നും അറിയില്ല. സാംസ്കാരിക മന്ത്രിയാണെങ്കിൽ ആ സ്ഥാനത്ത് ഇരിക്കാൻ യോഗ്യതയില്ലെന്നേ. ഇതിന് മുമ്പുണ്ടായിരുന്ന മന്ത്രിക്ക് അറിയാമായിരുന്നോ? മുമ്പുള്ള കഴിഞ്ഞ 5 വർഷത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരുന്ന ബാലൻ സാറിന് അറിയാമായിരുന്നു. ഇപ്പം എനിക്കിത് മനസ്സിലാവുന്നില്ല, ഇത് എന്തിനാണ് അപ്പോൾ ഈ 1 കോടി രൂപ മുടക്കിയിട്ട് ഈ കമ്മിറ്റി വെച്ചത്? എന്താവശ്യത്തിന്? ഇതിനൊരു പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് വെച്ചത്. ഈ 4-4.5 മണിക്കൂർ 4-4.5 വർഷം ഇവരുടെ ഇത് കിട്ടിയിട്ട് ഇവരുടെ ആർക്കാരെതിരെ പറഞ്ഞു എന്നുള്ളത് വിട്ടുകളയോ ഹാഷ്മി? ഈ നിർദ്ദേശങ്ങൾ ഇവർക്ക് തുടങ്ങി വെച്ചുകൂടെ? സർക്കാരിന് 1 രൂപ പോലും ചിലവില്ലാതെ സർക്കാരിലോട്ട് എത്ര രൂപയാണ് ഈ ഇൻഡസ്ട്രി കൊടുക്കുന്നത്? ഈ സർവീസ് ടാക്സ് ആയിക്കോട്ടെ, ഇൻകം ടാക്സ് ആയിക്കോട്ടെ, ഒരു പോസ്റ്റർ അടിക്കുന്ന 6 ഷീറ്റ് പോസ്റ്റർ അടിക്കുന്നതിന് പോലും കോർപ്പറേഷന് പൈസ കൊടുക്കണം. അങ്ങനെ റവന്യൂ കിട്ടുന്ന ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയാണ് സിനിമ. ഇതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമൊന്നുമല്ല ഈ ഒരു നടക്കുന്നത്. ഇപ്പോൾ പ്രകാശ് ഭാരതി ഈ തുടക്കത്തിൽ പറയുന്നത് കേട്ടു, കന്നഡ സിനിമയിൽ ഒരുപാട് മാറ്റങ്ങളുണ്ടായിരുന്നു. ഇത് ഇന്ത്യൻ സിനിമയിൽ മാത്രമല്ല. എവിടെയാണ് മീറ്റു തുടങ്ങിയത്? മീറ്റു ക്യാമ്പയിൻ തുടങ്ങിയത് എവിടെയാണ്? ഹോളിവുഡിലാണ്. ഈ ഇൻഡസ്ട്രിയിൽ മൊത്തം ഈ പ്രശ്നം ഉണ്ടെന്നേ. പക്ഷേ അത് എങ്ങനെ അതിനെ അടച്ചാക്ഷേപിക്കുന്നത്? എനിക്ക് ഇതിനകത്ത് വിയോജിപ്പുള്ളത് ഹാഷ്മി, നിങ്ങൾ ഇതിനെ എതിർത്താലും ഞാൻ പറയുന്നത് ശരിയാണെന്ന് പറഞ്ഞാലും ശരി തന്നെ, അമ്മ അസോസിയേഷനിലെ പ്രഗത്ഭരായിട്ടുള്ള കഴിവ് തെളിയിച്ച 3-4 പതിറ്റാണ്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന നടന്മാർക്കെതിരെ ഇത് വരുമ്പോൾ അത് ഞാൻ എതിർക്കുക തന്നെ ചെയ്യും. കാരണം ഇതൊരു സർക്കാർ ജോലിയല്ല. ഇതെന്ന് പറയുന്നത് ഈ നടന്മാർക്ക് അവസരം കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു സിനിമയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരു സംവിധായകൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, ഒരു നിർമ്മാതാവിൻ്റെ കീഴിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ, നാളെ വേറൊരു സിനിമയാണ്. ഇത് സർക്കാർ ജോലിയല്ല. അപ്പം ഇത് നമ്മളെ എങ്ങനെ വിളിക്കണം ഈ സിനിമയിൽ? നമ്മുടെ മാർക്കറ്റ് വാല്യൂ എന്താണ്? നമുക്ക് ഇതിനകത്ത് പറയുന്ന വേറൊരു കാര്യമുണ്ട്, തുല്യ വേതനം. നടക്കുന്ന കാര്യമാണ്. ഇപ്പോൾ നടക്കുന്ന കാര്യമാവണം സർ, നടക്കുന്ന കാര്യമാവണം സർ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. അല്ല, നടക്കുന്ന കാര്യമാവണം സർ. തുല്യവേതനം നടക്കുന്ന കാര്യമാവണം. എന്താ നടക്കാൻ പാടുന്ന? ഇല്ല, TRP റേറ്റിംഗ് ഒന്നും അല്ലാന്നേ. TRP റേറ്റിംഗ് താങ്കൾ പറയണം അമ്മയിലെ പ്രധാന സാറേ അല്ലല്ല അമ്മയിലെ ഏതെങ്കിലും നടന്മാരുടെ പേര് വന്നാൽ ഞാൻ പിന്തുണയ്ക്കണമെന്ന് പറയാണ്. ശ്രീ മഹേഷ് അമ്മയിലെ പ്രധാന നടന്മാരുടെ പേരിൽ ആരോണെന്ന് ഞാൻ അംഗീകരിക്കണമെന്ന് പറയാണ്. ശ്രീ ഹാഷ്മി, എന്റെ വായിൽ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് അവസരം തന്ന എന്നോട് സംസാരിക്കാൻ സമയം തരണം. അല്ല, താങ്കൾ പറഞ്ഞായിരുന്നു തുല്യവേതനം നടപ്പാകില്ല. എന്തുകൊണ്ട് നടപ്പാകില്ല? നടപ്പാകണം. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞു തീരട്ടെ. ഞാൻ തുല്യവേതനം പോട്ടെ, തുല്യവേതനം പോട്ടെ, മൂത്രമൊഴിക്കാൻ സംവിധാനം കൊടു. ഒരു സിനിമ തുല്യവേതനം രണ്ടാമതല്ലേ, മൂത്രമൊഴിക്കാൻ ടോയ്ലറ്റ് കൊടുക്കുന്നുണ്ട്. ഈ WCC പറയട്ടെ സുഹൃത്തെ, WCC വന്നതിന് ശേഷം WCCയുടെ മുൻകൈ എടുത്തുകൊണ്ട് ഇപ്പോഴത്തെ സംഘടനകളിൽ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ സജി പറഞ്ഞ ഒരു കാര്യം സത്യമാണ്. എന്താണെന്നറിയോ? ഇതിനകത്തുള്ള നടിമാർ തന്നെ മറ്റു നടിമാരെ സൂപ്പറായിട്ട് നിൽക്കുന്ന നടിമാർ തന്നെ മറ്റു നടിമാരെ കയറ്റാത്ത അവസ്ഥയൊക്കെയുണ്ട്. ഒരു സിനിമ പ്രൊഡക്ഷനിൽ എത്ര ക്യാരവാൻ നമുക്ക് വെക്കാൻ സാധിക്കും?
അപ്പൊ ഇതിനകത്ത് തന്നെ തമ്മിൽ തൊഴുത്തിൽ കുത്തി എന്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾ സാധിക്കില്ല. എന്റെ പൊന്നു ചേട്ടന്മാരെ നിങ്ങൾ എന്തിനായി ന്യായീകരിക്കുന്നത്? വളരെ വളരെ ഒരു ആവേശപൂർവ്വം എന്റെ പൊന്നു മഹേഷ് സാറേ, എന്റെ പൊന്നു സജീന്ദ്രേട്ടാ, നിങ്ങൾ ഈ ന്യായീകരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ചോദിക്കുന്നത് മൂത്രശങ്ക എന്ന് പറയുന്നത് മനുഷ്യ സഹജമാണ്. വെള്ളം കുടിച്ചാൽ മൂത്രമൊഴിക്കാൻ മുട്ടുമെന്നുള്ളത് പൊതു തത്വമാണ്. ആ മൂത്രമൊഴിക്കാൻ പൊന്തക്കാട് തെരഞ്ഞു പോകേണ്ടിരുന്ന സാഹചര്യം ഒഴിവാക്കും എന്ന് പറയുമ്പോൾ മഹേഷ് ചോദിക്കുകയാണ് എത്ര കാരവാൻ ഉണ്ടാക്കിയിടാൻ പറ്റുമെന്ന്. കഷ്ടമാണ് ശ്രീ മഹേഷെ, കഷ്ടമാണ് ശ്രീ മഹേഷെ, കഷ്ടമാണ്. നമ്മൾ പറയുന്നത് സെറ്റിൽ മട്ടൻ ബിരിയാണി കൊടുക്കണമെന്നല്ല, 5 കോഴ്സ് ഡിന്നർ കൊടുക്കണമെന്നല്ല, പൊന്തക്കാട്ടിന് പിന്നിൽ മൂത്രമൊഴിക്കാൻ പോകുന്ന ഗതികേട് ഒഴിവാക്കണമെന്നാണ്. അത് ന്യായീകരിക്കല്ലേ? അതിങ്ങനെ ന്യായീകരിക്കല്ലേ? കഷ്ടമാണ്, കഷ്ടമാണ്. അവര് തന്നെയാണ് സമ്മതിക്കാത്തത്. എന്ത്? അവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് സമ്മതിക്കാത്തത്. അല്ലാതെ ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ബാധ്യതയില്ലേ? ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ബാധ്യതയില്ലേ? ആ സെറ്റിൽ ഏറ്റവും ചുരുങ്ങിയ പക്ഷം മൂത്രമൊഴിക്കാൻ സംവിധാനം ഉണ്ടാക്കണം എന്ന അണിയറ പ്രവർത്തകർ ബാധ്യതയില്ലെന്നാണോ? അതിനെ വന്നിട്ട് ന്യായീകരിക്കുന്നു. അതിനെ വന്നിട്ട് ന്യായീകരിക്കല്ലേ? കഷ്ടമാണ്. ഞാൻ തിരികെ എത്തും ഇടവേളയ്ക്ക് ശേഷം. ഇടവേള കഷ്ടമാണ് സാർ.